കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാടിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ടു കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ ഈ വെളിപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അന്ത്യകാലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്ത ആ ഒരു ദർശനത്തെയാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചു കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ 7-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ നാം ആ 1 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ ഭൂമിമേൽ കാറ്റ് വരാതിരിക്കാനായിട്ട് 4 ദിക്കിലും 4 ദൂതന്മാരെ അയച്ച് അവർ കാറ്റ് പിടിക്കാൻ അങ്ങനെ നിൽക്കുന്നത് കണ്ടു എന്ന് കാണുന്നു. അപ്പോൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: അതിൻ്റെ ശേഷം ഭൂമിയിലേക്ക് മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട് എന്ന് കാണുന്നു. അപ്പോൾ ഈ ഒരു 4 ദൂതന്മാർക്ക് അധികാരം കൊടുത്ത് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. നമുക്കറിയാം, കാറ്റില്ലെങ്കിൽ ഒരു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയത്തില്ല, ഓക്സിജൻ കിട്ടത്തില്ല. അപ്പോൾ മനുഷ്യൻ ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വിടുമ്പോൾ അത് മരമെടുത്ത് അത് ജീവിക്കുന്നു. മരം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ വിടുമ്പോൾ അത് നമുക്ക് കിട്ടുന്നു. അപ്പം കാറ്റിനെ പിടിച്ചു വയ്ക്കുമ്പോൾ മനുഷ്യൻ കാറ്റില്ലാതെ ശ്വാസം കിട്ടാതെ പിടഞ്ഞു പോകും. പ്രിയ ദൈവമക്കൾ, അപ്പോൾ ഈ ഒരു യോഹന്നാൻ കാണുന്നത് 4 ദൂതന്മാർ 4 മുക്കിലുമായിട്ട് കാറ്റിനെ അവർ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ കൽപ്പന വന്ന് നിൽക്കുമ്പോൾ വേറൊരു ദൂതൻ വന്നിട്ട് പറയുകയാണ് അല്പസമയം കൂടെ എടുക്കാൻ. എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ മേൽ ആ ഒരു അടയാളം ഇടുവാനായിട്ട്, നെറ്റിയിൽ മുദ്ര ഇടുവാനായിട്ട് അവരെടുത്ത് അല്പസമയം അവർ വാങ്ങുകയാണ്. അപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ ഒരിങ്ങനെയാണ് വയ്ക്കുന്നത്: നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ മുദ്രയിട്ട് കഴിയുന്നോളം തോറും എന്ത് ചെയ്യരുത്? കാറ്റിനെ പിടിച്ച് വെച്ചിട്ട് ഈ വൃക്ഷത്തിനോ സമുദ്രത്തിനോ ഭൂമിക്കോ ഒരു കേടും വരരുത് എന്ന് ഇവർ വിളിച്ച് പറയുന്നത് യോഹന്നാൻ കേൾക്കുന്നു. പ്രിയ ദൈവവൈദ്യരെ, അന്ത്യ കാലഘട്ടത്തിൽ നമുക്ക് ഒരു അടയാളം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളം. അപ്പോൾ ദൈവം നമ്മളെ വിളിക്കണമെങ്കിൽ ആ ഒരു നെറ്റിയിൽ ഒരു അടയാളം ഇല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. ഇന്ന് അന്ത്യകാലത്തോട് നാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവവൈദ്യരെ, എങ്ങനെയെങ്കിലും ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു എന്ന് വിചാരിച്ചിട്ടും തങ്ങളുടെ ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു കൂട്ടം മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവർ ഈ ഭൂമിയിൽ നിന്ന് ഈ കേടിലേക്ക് പോകും. പക്ഷേ ഈ ദൂതന്മാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നെറ്റിൽ അടയാളം ഇടും പോലെ അന്ത്യകാലത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ അടയാളം നാം പ്രാപിക്കണമെങ്കിൽ ദൈവവചനങ്ങൾ കീഴ്പ്പെട്ട് ദൈവവചനം അനുസരിച്ച് നാം നടക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് വേണ്ടി ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ കർത്താവേ ദാസന്മാരിൽ കർത്താവേ, ഹല്ലേലൂയ, ദൈവം നെറ്റിയിൽ മുദ്രയിട്ട് തീരുവോളം കർത്താവെ ഈ ഭൂമിക്കോ മരത്തിനോ സമുദ്രത്തിനോ ഒരു കേടും വരരുത് എന്ന് ആ ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞത് കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങയെ വിശ്വസിച്ചുകൊണ്ട് അങ്ങിൽ തന്നെ ഉറച്ച് നാം ജീവിക്കുമ്പോൾ അന്ത്യകാലമായാലും നിൻ്റെ ദാസന്മാർക്ക് ഒരു നാശവും സംഭവിക്കില്ലെന്ന് ഈ വചനം പറയുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്നുകൂടെ പുതുക്കി കർത്താവെ അങ്ങയുടെ രാജ്യത്തിൽ വരുവാൻ തക്കവണ്ണം അങ്ങയുടെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.